നല്ല ചെനച്ച ഓമക്കായും കൊണ്ട് മോരൊഴിച്ച് കൂട്ടാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? നല്ല രുചിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഓമക്കായ എന്ന് പറയുന്നത് പപ്പായക്കാണ് കേട്ടോ ഓമക്കായ എന്ന് പറയുക നമ്മുടെ അവിടെ. അപ്പോൾ ഓമക്കായ ഒരുപാട് പഴുത്ത ഓമക്കായ അല്ല കേട്ടോ, എന്നാൽ ഒട്ടും പഴുക്കാത്തതല്ല, ചെനച്ചത് എന്ന് പറയും. അപ്പോൾ അത് ഇത്തിരി വലിയ കഷ്ണങ്ങളായി നുറുക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, അതുപോലെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ കുറച്ച് ശർക്കരയും ഇട്ട് കൊടുക്കുക കേട്ടോ. ശർക്കര ഇല്ലെങ്കിൽ ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് അടച്ചു വെച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. ആ സമയത്ത് നമുക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത്, 2-3 പച്ചമുളക്, ഒരല്ലി വെളുത്തുള്ളി കഴിക്കാത്തവരോ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവരോ ഇടണ്ട. പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും 2 വറ്റൽമുളകും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് അതും കൂടി ചേർത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുത്ത് വെക്കുക. ആ സമയത്ത് നമ്മുടെ പപ്പായയുടെ നന്നായി വെന്തുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പപ്പായയുടെ കഷ്ണങ്ങൾ ഉടച്ചു കൊടുക്കുക കേട്ടോ, ഒരുപാട് ഉടച്ച് പേസ്റ്റ് ആക്കണ്ട. എന്നിട്ട് ഈ അരച്ച തേങ്ങയും പിന്നെ കുറച്ച് മിക്സർ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല തള വരുന്ന സമയത്ത് ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് പുളിച്ച തൈര് വേണം, അതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. പുളി ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പുളിയില്ലാത്ത തൈര് ഒഴിച്ചാലും മതി, പക്ഷെ കുറച്ച് പുളിച്ച തൈരാകുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, ഉലുവ, കറിവേപ്പില, കുറച്ച് കായത്തിൻ്റെ പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇങ്ങോട്ട് വറുത്തിടുക. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോരൊഴിച്ച് കൂട്ടാൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല രുചിയാട്ടോ.